ഹായ് എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LDC 2024 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നോക്കുന്നത് മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന പാർട്ടാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പഴഞ്ചൊല്ലാണ് മുളയിലറിയാം വിള. അതെന്താണ്? തുടക്കം കണ്ടാൽ ഒടുക്കം അറിയാം. അപ്പോൾ മുളയിലറിയാം വിള എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തുടക്കം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒടുക്കവും അറിയാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അതെല്ലാവർക്കും അറിയാമെന്നുള്ള എന്താണ്? അടുത്തുള്ളതിന് ശ്രേഷ്ഠത കുറയും. അപ്പം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് എന്താണ്? അടുത്തുള്ള ഒരു സാധനത്തിന് അതിന് ശ്രേഷ്ഠത കുറയും. അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. എന്താണ്? തിളങ്ങുന്നതെന്തും ശ്രേഷ്ഠം അല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ മിന്നുന്ന എല്ലാ കാര്യങ്ങളും എന്തല്ല? അത് ശ്രേഷ്ഠം അല്ല. അടുത്ത ചോദ്യം, മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും. എന്താണ്? പതുങ്ങിയിരുന്ന് ധീരത കാട്ടുക. അപ്പോൾ മിണ്ടാപ്പൂച്ച, ഒന്നും മിണ്ടാത്ത ആളെന്ത് ചെയ്യും? പതുങ്ങിയിരുന്ന് എന്ത് ചെയ്യും? അവർ ധീരത കാട്ടും. ഇതാണ് മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുക എന്ന് പറയുന്നത്. പയ്യെ തിന്നാൽ പനയും തിന്നാം. എന്താണത്? സാവകാശം ചെയ്താൽ എന്തും ചെയ്യാൻ. അപ്പോൾ പയ്യെ തിന്നാൽ എന്ത് ചെയ്യാം? പനയും തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ്? സാവകാശം ചെയ്താൽ എന്തും നമുക്ക് നേടാനാകും. അടുത്ത ചോദ്യം, പൊന്നിൻ കുടത്തിന് പൊട്ടു വേണ്ട. സൗന്ദര്യമുള്ളിടത്ത് ബാഹ്യ ആഡംബരം എന്ത് വേണ്ട? വേണ്ട. അപ്പോൾ പൊന്നിൻ കുടത്തിന് പൊട്ടു വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യമുള്ളിടത്ത് എന്തിനാണ്? ബാഹ്യ ആഡംബരം എന്നാണ് ഇത് പറയുന്നത്. നനഞ്ഞ ഇടം കുഴിക്കുക. ചോദിച്ചാൽ കിട്ടുന്നവനോട് എപ്പോഴും ചോദിക്കുക. അപ്പോൾ ഒരു കാര്യം ചോദിച്ചു, അത് പിന്നെയും ചോദിച്ചിരുന്നത് എന്താണ്? അത് ഈ ഒരു നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നനഞ്ഞിടം കുഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദിച്ചാൽ കിട്ടുന്നവനോട് എപ്പോഴും ചോദിക്കുക. ഇതാണ് നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുന്നത്. അടുത്തത്, നിറകുടം തുളമ്പില്ല. എന്താണ്? അറിവുള്ളവർ വീമ്പ് പറയില്ല. നിറകുടം തുളുമ്പില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവുള്ളവർ വീമ്പ് പറയില്ല. അടുത്തത്, താണനിലത്തെ നീരോടു. വിനയമുള്ളിടത്തെ വിജയം ഉള്ളൂ. അപ്പോൾ താണനിലത്തെ നീരോടു എന്താണ്? വിനയമുള്ളിടത്തെ വിജയം ഉള്ളൂ. അടുത്ത്, ചൊട്ടയിലെ ശീലം ചുടല വരെ. എന്താണ്? ചെറുപ്പത്തിലെ ശീലം വലുതായാലും മാറില്ല. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുപ്പത്തിലെ ശീലം വലുതുവരെ ആയാലും മാറില്ല. അടുത്തത്, ചിരട്ടയിലെ വെള്ളം ഉറുമ്പിന് സമുദ്രം. എന്താണ്? അത് ചെറിയ കാര്യങ്ങൾ പാവങ്ങൾക്ക് വലുതാണ്. അപ്പോൾ ചിരട്ടയിലെ വെള്ളം, ഒരു ചിരട്ടയിൽ ഉറുമ്പിനെ പിടിച്ചിട്ട് അതിന് കടൽ പോലെ തോന്നില്ലേ? അതാണ് സംഭവം. അപ്പോൾ ചിരട്ടയിലെ വെള്ളം ഉറുമ്പിന് സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യങ്ങൾ പാവങ്ങൾക്ക് വലുതായിട്ട് അനുഭവപ്പെടും. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക. നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു, എന്നാൽ കൊണ്ടത് എവിടെയാണ്? വേറൊരു കാര്യത്തിലേക്കാണ് അത് പോയത്. അപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം തെറ്റി പ്രവർത്തിക്കുന്നതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് പറയുന്നത്. കൽക്കണ്ടം തിന്നാൻ കൈക്കൂലി വേണ്ട. എന്താണ്? നല്ലത് ചെയ്യാൻ ആരുടെയും അനുവാദം വേണ്ട. അപ്പോൾ കൽക്കണ്ടം തിന്നാൻ കൈക്കൂലി വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലത് ചെയ്യാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. അടുത്ത ചോദ്യം, കരിവിറ്റ പണം കറുത്തിരിക്കില്ല. എന്താണത്? ഏത് ജോലി ചെയ്ത് നേടുന്ന പണവും എന്താണ്? വിലയുള്ളതാണ്. അപ്പോൾ ഏത് ജോലി ചെയ്താലും പണമാണ് കിട്ടുന്നത്. അപ്പോൾ അതെന്താണ്? അത് വിലയുള്ളതാണ്. അപ്പോൾ കരിവിറ്റ പണം കറുത്തിരിക്കില്ല. അപ്പോൾ കരിവിറ്റ പണം എന്ത് ചെയ്യില്ല? കറുത്തിരിക്കില്ല. അത് എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ കരിവിറ്റ പണം കറുത്തിരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ജോലി ചെയ്ത് നേടുന്ന പണവും വിലയുള്ളതാണ് എന്നാണ് ഇത് പറയുന്നത്. അടുത്ത്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ദരിദ്രനും സ്വന്തം കുഞ്ഞെന്താണ്? വലുതാണ്. അപ്പോൾ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും അവരുടെ സ്വന്തം കുഞ്ഞ് എങ്ങനെ ഇരുന്നാൽ തന്നെയും എന്താണ്? അവർക്ക് അത് ഒരു വലിയ ഒരു കുഞ്ഞ് തന്നെയാണ്. അടുത്ത ചോദ്യം, കോരനെ കുമ്പിളിൽ തന്നെ കഞ്ഞി. ദരിദ്രൻ എന്നും ദരിദ്രൻ തന്നെ. അപ്പോൾ കോരനെ കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താണ്? ദരിദ്രൻ എന്നും ദരിദ്രൻ തന്നെയാണ്. അടുത്ത ചോദ്യം, കാറ്റുള്ളപ്പോൾ തൂറ്റണം. എന്താണ്? അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസരത്തെ എപ്പോഴാണോ കാറ്റുള്ളത് ആ സമയത്ത് അതനുസരിച്ച് എന്ത് കാര്യമാണോ അത് അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ കാറ്റുള്ളപ്പോൾ തൂറ്റണമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കൈ നനയാതെ മീൻ പിടിക്കുക. എന്താണ്? വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യം നേടുക. അപ്പോൾ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നൈസായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് എടുക്കുക. അതാണ് കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കുരയ്ക്കും പട്ടി കടിക്കില്ല. എന്താണ്? വായാടിത്തം പ്രവൃത്തിയിൽ കാണില്ല. അപ്പോൾ ഇത് ഈ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇപ്പോൾ കുരയ്ക്കാത്ത പട്ടിയുടെ അടുത്ത് നിന്നിട്ട് നീ കടിക്കുമെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യും? അത് കടിക്കും. ഇതങ്ങനെയല്ല. കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വായാടിത്തം പ്രവൃത്തിയിൽ കാണില്ല എന്നാണ് പറയുന്നത്. കാണാൻ വിറ്റും ഓണം ഉണ്ണണം. നന്നായി ചെയ്യേണ്ട കാര്യങ്ങൾ നഷ്ടം സഹിച്ചും എന്ത് ചെയ്യണം. അപ്പോൾ കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? നഷ്ടം സഹിച്ചും ചെയ്യണം. ഇതിൻ്റെയൊക്കെ വേറെ അർത്ഥങ്ങളൊന്നുമല്ല. ഇത് അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ അർത്ഥം എടുക്കണം. അപ്പോൾ കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി ചെയ്യേണ്ട കാര്യങ്ങൾ നഷ്ടം സഹിച്ചും ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും പറയാം. മുളയിലറിയാൻ വിള എന്ന് പറഞ്ഞാൽ എന്താണ്?
തുടക്കം കണ്ടാൽ ഒടുക്കം അറിയാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എന്താണ്? അടുത്തുള്ളതിന് ശ്രേഷ്ഠത കുറവായിരിക്കും. മിന്നുന്നതെല്ലാം പൊന്നല്ല. എന്താണ്? തിളങ്ങുന്നതെന്തും ശ്രേഷ്ഠം അല്ല. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും. പതുങ്ങിയിരുന്ന് ധീരത കാട്ടുന്ന പ്രവൃത്തി. പയ്യെ തിന്നാൽ പനയും തിന്നാം. സാവകാശം ചെയ്താൽ എന്തും ചെയ്യാനാകും. പൊന്നിൻ കുടത്തിന് പൊട്ടു വേണ്ട. എന്താണ്? സൗന്ദര്യമുള്ളിടത്ത് ബാഹ്യ ആഡംബരം വേണ്ട. നനഞ്ഞ ഇടം കുഴിക്കുക. ചോദിച്ചാൽ കിട്ടുന്നതിനോട് എപ്പോഴും ചോദിക്കരുത്. നിറകുടം തുളുമ്പില്ല. അറിവുള്ളവർ വീമ്പ് പറയില്ല. താണ നിലത്തെ നീരോടൂ. വിനയമുള്ളിടത്തെ വിജയം ഉണ്ടാവുകയുള്ളൂ. ചൊട്ടയിലെ ശീലം ചുടലവരെ. ചെറുപ്പത്തിലെ ശീലം വലുതായാലും മാറില്ല. ചിരട്ടയിലെ വെള്ളം ഉറുമ്പിന് സമുദ്രം. ചെറിയ കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വലുതാണ്. ചക്കിന് വെച്ചത് കൊക്കിനെ കൊള്ളുക. ലക്ഷ്യം തെറ്റി പ്രവർത്തിക്കുക. കൽക്കണ്ടം തിന്നാൻ കൈക്കൂലി വേണ്ട. നല്ലത് ചെയ്യാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. കരിവിറ്റ പണം കറുത്തിരിക്കില്ല. എന്താണ്? ഏത് ജോലി ചെയ്ത് നേടുന്ന പണവും വിലയുള്ളതാണ്. കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. എന്താണ്? ദരിദ്രനെന്നും ദരിദ്രൻ തന്നെ. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. എന്താണ്? ദരിദ്രനും സ്വന്തം കുഞ്ഞെന്താണ്? വലുതാണ്. കാറ്റുള്ളപ്പോൾ ചേറ്റണം. എന്താണ്? അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. കൈ നനയാതെ മീൻ പിടിക്കുക. എന്താണ്? ബുദ്ധിമുട്ടില്ലാതെ കാര്യം നേടുക. കുരയ്ക്കും പട്ടി കടിക്കില്ല. വായാടിത്തം കാട്ടി നടക്കുന്നത് എന്തില്ല? അവരുടെ പ്രവൃത്തിയിൽ അത് കാണില്ല. കാണം വിറ്റും ഓണം ഉണ്ണണം. നന്നായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? നഷ്ടം സഹിച്ചും ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ചോദ്യമാണ്, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. എന്താണ്? ഇഷ്ടമില്ലാത്തയാൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യും? എന്തായിരിക്കും? അത് കുറ്റമായിട്ടേ തോന്നുകയുള്ളൂ. അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടമില്ലാത്തയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് എന്താണ്? കുറ്റമായിട്ടേ തോന്നുകയുള്ളൂ. അടുത്ത ചോദ്യം, ആനയെ കാണാനും വെള്ളെഴുത്ത്. നല്ല കാര്യം കാണാൻ എന്തില്ല? കണ്ണില്ല. അപ്പോൾ ആനയെ കാണാനും വെള്ളെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കാര്യം കാണാൻ കണ്ണില്ല. അടുത്ത ചോദ്യം, ഉള്ളത് കൊണ്ട് ഓണം പോലെ. കയ്യിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? നന്നായി കഴിഞ്ഞ് പോവുക. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യിലുള്ളത് കൊണ്ട് നന്നായി കഴിഞ്ഞ് പോവുക. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും. തെറ്റു ചെയ്തവൻ എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടും. ഉണ്ട ചോറിന് ഉചിതം കാട്ടണം. എന്താണ്? നന്ദികേട് കാണിക്കരുത്. അപ്പോൾ ഉണ്ട ചോറിന് ഉചിതം കാട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദികേട് കാണിക്കരുത്. ഉരല് ചെന്ന് മദ്ദളത്തോട് സങ്കടം പറയുക. എന്താണ്? ചെറിയ സങ്കടക്കാരൻ വലിയ സങ്കടക്കാരനോട് ദുഃഖം പറയും. ഇപ്പോൾ ഉരൽ എന്താണ്, മദ്ദളം എന്താണെന്ന് അറിയാമല്ലോ. ഈ ഉരല് ചെന്ന് മദ്ദളത്തോട് സങ്കടം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ സങ്കടക്കാരൻ വലിയ സങ്കടക്കാരനോട് ദുഃഖം പറയുക. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക. എന്താണ്? ചെറിയ കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക. അതാണ് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക. എളിയ ഭാഗത്തെ വാദം കൊച്ചു. ഇതാണ് ദുർബലന്മാർക്ക് ദോഷം വരും. അപ്പോൾ എളിയ ഭാഗത്തെ വാദം കൊച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർബലന്മാർക്ക് ദോഷം ഉണ്ടാകൂ. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ചേരാത്തതിനെ ചേർത്താൽ നന്നാവൂല. അതാണ് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. എത്ര ചേരൂല്ലെങ്കിലും അതിനെ ചേർത്ത് കെട്ടിയാൽ ചേരുമോ? അത് ചേരില്ല. അതാണ് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. എൻ്റെ പുളിച്ചിയും കായ്ക്കും. എന്താണ്? എനിക്കും നല്ല കാലം വരും. അപ്പോൾ എൻ്റെ പുളിച്ചിയും കായ്ക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കും നല്ല കാലം വരും. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. എന്താണ്? പല തത്വങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ പ്രായോഗികമല്ല. അപ്പോൾ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പല തത്വങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ റിയൽ ലൈഫിൽ എന്തില്ല? പ്രായോഗികം അല്ല. ഐകമത്യം മഹാബലം. എന്താണ്? ഒരുമിച്ച് നിന്നാൽ വലിയ ശക്തി. അപ്പോൾ ഐകമത്യം മഹാബലം എന്ന് പറയുന്നത് എന്താണ്? ഒരുമിച്ച് നിന്നാൽ വലിയ ശക്തി. ഒത്തുപിടിച്ചാൽ മലയും പോരും. ഒരുമിച്ച് നിന്നാൽ വലിയ ശക്തിയാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓണത്തിനിടയ്ക്ക് പുട്ടു കച്ചവടം. ഇതാണ്? വലിയ കാര്യത്തിനിടയ്ക്ക് ചെറിയ കാര്യം പാടില്ല. അപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ടു കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കാര്യത്തിനിടയ്ക്കുള്ള ചെറിയ കാര്യം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. എല്ലാവർക്കും അറിയാവുന്നതാണ്. വരാനുള്ളത് എന്ത് ചെയ്യുക? മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്ന് പറഞ്ഞാൽ എന്താണ്? വരാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം. ഒന്നിൻ്റെ നാശം മറ്റൊന്നിന് ഉയർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൻ്റെ നാശം മറ്റൊന്നിന് ഉയർച്ചയായിട്ട് വരുന്ന അവസ്ഥ. ഒരു കുന്നിന് ഒരു കുഴി. ഒരു സുഖത്തിന് ഒരു ദുഃഖം ഉറപ്പായിട്ടും കാണും. അപ്പോൾ ഒരു കുന്നിന് ഒരു കുഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സുഖത്തിന് ഒരു ദുഃഖം. കടയ്ക്കൽ നനച്ചാലേ തലയ്ക്കൽ പൊടിക്കൂ. ഇതാണ്? ഏത് നല്ല കാര്യവും ചുവട്ടിൽ നിന്ന് തുടങ്ങണം. എങ്കിലേ എന്ത് ചെയ്യൂ? ഫലം ചെയ്യൂ. അപ്പോൾ കടയ്ക്കൽ നനച്ചാലേ തലയ്ക്കൽ പൊടിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നല്ല കാര്യവും ചുവട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം.
കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നിൻ്റെ ഗുണം അതില്ലാതാകുമ്പോൾ എന്ത് ചെയ്യൂ? അറിയൂ. അപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൻ്റെ ഗുണം അത് ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യൂ? ഒരാൾക്ക് മനസ്സിലാകുള്ളൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. എന്താണ്? പ്രതികരിക്കുന്നവനെ എന്തുള്ളൂ? പ്രതിഫലം ഉള്ളൂ. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികരിക്കുന്നവനെ പ്രതിഫലം ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പഴഞ്ചൊല്ലുകൾ ഒന്നുകൂടി പറയാം. ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം കുറ്റം. എന്താണ്? ഇഷ്ടമില്ലാത്തയാൾ എന്തു ചെയ്താലും കുറ്റമായിരിക്കും. ആനയെ കാണാനും വെള്ളെഴുത്ത്. എന്താണ്? നല്ല കാര്യം കാണാൻ കണ്ണില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ. കയ്യിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? നന്നായി കഴിയുക. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെട്ടിരിക്കും. ഉണ്ട ചോറിന് ഉചിതം കാട്ടുക. നന്ദികേട് കാണിക്കരുത്. ഉരൽ ചെന്ന് മദ്ദളത്തോട് സങ്കടം പറയുക. ചെറിയ സങ്കടക്കാരൻ വലിയ സങ്കടക്കാരനോട് ദുഃഖം പറയുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഉരൽ എന്ന് പറയുന്നത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ മദ്ദളം എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്കവാറും നല്ല വലിയൊരു കമ്പിട്ട് അതിൻ്റെ മദ്ദളത്തിലാണ് നമ്മൾ കൊട്ടുന്നത്. അപ്പോൾ അത് ഡെയിലി അടികൊള്ളുന്ന ആളാണ്. അപ്പോൾ ഉരുളെന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ചെറിയ സങ്കടക്കാരൻ വലിയ സങ്കടക്കാരനോട് ദുഃഖം പറയുക. അതാണ് ഉരൽ ചെന്ന് മദ്ദളത്തോട് സങ്കടം പറയുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക. ചെറിയ കാര്യത്തിന് വലിയ നാശനഷ്ടം വരുത്തുക. എളിയ ഭാഗത്തെ വാദം കൊച്ചു. ദുർബലന്മാർക്ക് ദോഷം വരും. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. എന്താണ്? ചേരാത്തതിനെ ചേർത്താൽ നന്നാവില്ല. എൻ്റെ പുളിച്ചിയും കായ്ക്കും. എന്താണ്? എനിക്കും നല്ല കാലം വരും. ഏട്ടിലെ പശു. എന്താണത്? പുല്ല് തിന്നില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. എന്താണ്? പല തത്വങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ പ്രായോഗികം അല്ല. ഐകമത്യം മഹാബലം. ഒന്നിച്ചു നിന്നാൽ വലിയ ശക്തി. ഒത്തുപിടിച്ചാൽ മലയും പോരും. ഇത് രണ്ടും ഒന്നാണ്. ഒന്നിച്ചു നിന്നാൽ വലിയ ശക്തിയാണ്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം. എന്താണ്? വലിയ കാര്യത്തിനിടയ്ക്ക് ചെറിയ കാര്യം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. എന്താണത്? വരാനുള്ളവ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സംഭവം. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം. എന്താണ്? ഒന്നിൻ്റെ നാശം മറ്റൊന്നിന് ഉയർച്ചയായിട്ട് വരുന്ന അവസ്ഥ. ഒരു കുന്നിന് ഒരു കുഴി. ഒരു സുഖത്തിന് ഒരു ദുഃഖം. കടയ്ക്കൽ നനച്ചാലേ തലയ്ക്കൽ പൊടിക്കൂ. എന്താണത്? ഏത് നല്ല കാര്യവും ചുവട്ടിൽ നിന്ന് തുടങ്ങണം. എങ്കിലേ എന്ത് ചെയ്യൂ? ഫലം കാണൂ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല. ഒന്നിൻ്റെ ഗുണം അതില്ലാതാകുമ്പോഴേ എന്ത് ചെയ്യൂ? അറിയൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. എന്താണ്? പ്രതികരിക്കുന്നവനെ പ്രതിഫലം ഉണ്ടാകുകയുള്ളൂ. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പഴഞ്ചൊല്ലുകളുണ്ട്. അപ്പോൾ അതുകൂടെ പറയുമ്പോൾ ഈ ഒരു നമ്മുടെ വീഡിയോ കഴിയുന്നതാണ്. അപ്പോൾ പറയാം. ഇട്ടിയമ്മ ചാടിയാൽ കൊട്ടിയമ്പലം വരെ. അപ്പോൾ ഇട്ടിയമ്മ ചാടിയാൽ കൊട്ടിയമ്പലം വരെ. എന്താണത്? പെണ്ണിൻ്റെ മിടുക്ക് വീട്ടിൽ മാത്രം. അപ്പോൾ ഇത് പണ്ടത്തെ ആ ഒരു പഴഞ്ചൊല്ലാണ്. ഇട്ടിയമ്മ ചാടിയാൽ കൊട്ടിയം വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണിൻ്റെ മിടുക്ക് വീട്ടിൽ മാത്രം. ഇരുമ്പടിക്കുന്നിടത്ത് ഈച്ചയ്ക്കെന്ത് കാര്യം. ആവശ്യമില്ലാത്തിടത്ത് കടന്ന് കയറരുത്. അപ്പോൾ ഇരുമ്പടിക്കുന്നിടത്ത് ഈച്ചയ്ക്കെന്ത് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്തിടത്ത് കടന്ന് കയറരുത്. ഇരിപ്പിടം കെട്ടിയേ പടിപ്പുര കെട്ടാവൂ. എന്താണ്? അത്യാവശ്യം വേണ്ടത് ആദ്യം ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ബേസ്മെൻറ്റ് ആദ്യം കറക്റ്റാക്കുക. എന്നിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകും. അപ്പോൾ ഇരിപ്പിടം കെട്ടിയേ പടിപ്പുര കെട്ടാവൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യം വേണ്ടത് ആദ്യം ചെയ്യുക. ഇറക്കമുണ്ടെങ്കിൽ കയറ്റവുമുണ്ട്. എന്താണ്? ചീത്ത സമയം കഴിഞ്ഞാൽ എന്തുണ്ട്? നല്ല സമയം വരും. അപ്പോൾ ഇറക്കമുണ്ടെങ്കിൽ കയറ്റമുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ചീത്ത സമയം കഴിഞ്ഞാൽ നല്ല സമയം വരും. ഇരിക്കും മുൻപ് കാല് നീട്ടരുത്. ഉറച്ചിരിക്കുന്നതിന് ശേഷമേ വിപുലീകരിക്കുവാൻ ശ്രമിക്കാവൂ. ഇതും നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ഇരിപ്പിടം കെട്ടിയ പടിപ്പുര കെട്ടാവും അതുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇരിക്കും മുൻപ് കാല് നീട്ടരുതെന്ന് പറഞ്ഞാൽ എന്താണ്? ഉറച്ചിരുന്നതിന് ശേഷമേ വിപുലീകരിക്കുവാൻ ശ്രമിക്കാവൂ. ആടിനറിയുമോ അങ്ങാടി വാണിഭം. നിസാരന്മാർക്ക് കാര്യങ്ങളുടെ വലിപ്പച്ചെറുപ്പം അറിയില്ല. അപ്പോൾ എന്താണ്? ആടിനറിയുമോ അങ്ങാടി വാണിഭം എന്ന് പറഞ്ഞാൽ എന്താണ്? നിസാരന്മാർക്ക് കാര്യങ്ങളുടെ വലിപ്പച്ചെറുപ്പവും അറിയില്ല. ആഴമറിയാതെ ആറ്റിലിറങ്ങരുത് അല്ലെങ്കിൽ നീറ്റിലിറങ്ങരുത്. എന്താണ്? കാര്യം മനസ്സിലാക്കാതെ ഒന്നിലും ചെന്ന് ചാടരുത്. അപ്പോൾ ഒരു ആഴമറിയാതെ ഒരു കടലിൽ നമ്മുടെ ആറ്റിലേക്ക് ഇറങ്ങി ചാടിക്കഴിഞ്ഞാൽ എന്താണ്? അറിയാമല്ലോ, ഭയങ്കര പ്രശ്നമുള്ളപ്പോൾ. ആഴമറിയാതെ ആറ്റിലിറങ്ങരുത് അല്ലെങ്കിൽ ആറ്റിലിറങ്ങുമെന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യം മനസ്സിലാക്കാതെ ഒന്നിലും ചെന്ന് ചാടാൻ പോകരുത്. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല. എന്താണ്? സമ്പത്ത് കുറഞ്ഞാലും തറവാടിത്തം വിടരുത്. അപ്പോൾ എന്താണ്? ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാമോ. എന്താണത്? സമ്പത്ത് കുറഞ്ഞാലും തറവാടിത്തം വിടരുത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. എന്താണ്? ആശിപ്പിച്ചിട്ട് പിന്മാറാൻ പാടില്ല. അപ്പോൾ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയുന്നത് എന്താണ്? ആശിപ്പിച്ചിട്ട് പിന്മാറാൻ പാടില്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ല. അപ്പോൾ ബാഹ്യ ആഡംബരത്തിൽ എന്തില്ല? കാര്യമില്ല. അപ്പോൾ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമായ ആഡംബരത്തിൽ കണ്ട് നമ്മൾ അകപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അധികമായാൽ അമൃതും വിഷം. എന്താണ്? കൂടിപ്പോയാൽ എന്തും ദോഷകരമാണ്. അപ്പം അമിതമായാൽ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തും അമിതമായി പോയാൽ എന്തല്ല അത് നല്ലതല്ല, അത് ദോഷമായിട്ട് ഭവിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇട്ടിയമ്മ ചാടിയാൽ കൊട്ടിയമ്പലം വരെ. എന്താണ്? പെണ്ണിൻ്റെ മിടുക്ക് വീട്ടിൽ മാത്രം. ഇരുമ്പടിക്കുന്നിടത്ത് ഈച്ചയ്ക്ക് എന്ത് കാര്യം? ആവശ്യമില്ലാത്തിടത്ത് കടന്നു കയറരുത്. ഇരിപ്പിടം കെട്ടിയേ പഠിപ്പുര കെട്ടാവൂ. എന്താണ്? അത്യാവശ്യം വേണ്ടത് ആദ്യം ചെയ്യുക. ഇറക്കമുണ്ടെങ്കിൽ കയറ്റവുമുണ്ട്. ചീത്ത സമയം കഴിഞ്ഞാൽ എന്തു ചെയ്യും? നല്ല സമയം വരും. ഇരിക്കും മുൻപ് കാല് നീട്ടരുത്. ഉറച്ചിരുന്നതിന് ശേഷമേ വിപുലീകരിക്കുവാൻ ശ്രമിക്കാവൂ. ആടി നിറയുമോ അങ്ങാടി വാണിപ്പം. എന്താണ്? നിസ്സാരന്മാർക്ക് കാര്യങ്ങളുടെ വലിപ്പ ചെറുപ്പവും അറിയില്ല. ആഴമറിയാതെ ആറ്റിലിറങ്ങരുത്. എന്താണ്? കാര്യം മനസ്സിലാക്കാതെ ഒന്നിലും ചെന്ന് ചാടുവാൻ പാടില്ല. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല. സമ്പത്ത് കുറഞ്ഞാലും തറവാടിത്തം വിടരുത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആശിപ്പിച്ചിട്ട് പിന്മാറരുത്. അഴകുള്ള ചക്കയിൽ ചുളയില്ല. എന്താണ്? ബാഹ്യ ആഡംബരത്തിൽ കാര്യമില്ല. അധികമായാൽ അമൃതും വിഷം. എന്താണ്? കൂടിപ്പോയാൽ എന്തും ദോഷമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത്, അകത്തു കത്തിയും പുറത്തു പത്തിയും. എന്താണ്? ഉള്ളിൽ വിരോധം പുറമേ സന്തോഷം. അപ്പോൾ അകത്ത് കത്തിയും പുറത്തു പത്തിയും. എന്താണ്? ഉള്ളിൽ വിരോധം പുറമേ സന്തോഷം. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക. എന്താണത്? അപ്പോൾ ഉപദേശം കേൾക്കാത്തവൻ എന്ത് ചെയ്യാം? അവൻ്റെ വഴിയെ വിടുക. അതാണ് അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക. ഒരാൾ ഉപദേശം കേൾക്കില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവൻ്റെ വഴിയെ അവനെ വിടുക. അതാണ്. അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം. എന്താണത്? എത്ര കരുതിയാലും രഹസ്യം പുറത്താകുന്ന ഒരു അവസ്ഥ. അപ്പോൾ അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര കരുതിയാലും ആ ഒരു രഹസ്യം പുറത്താകുന്ന അവസ്ഥയാണെന്ത്? ഈ ഒരു അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അടി തെറ്റിയാൽ ആനയും വീഴും. ചുവടുറയ്ക്കാഞ്ഞാൽ എത്ര കേമനും എന്ത് ചെയ്യും? വീഴും. അപ്പോൾ അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര കേമനായാലും അവൻ്റെ കാര്യങ്ങൾ കറക്റ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അവനും വീഴും. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. എന്താണ്? പുറത്തു തോറ്റതിനുള്ള കോപം വീട്ടിൻ്റെ അകത്ത് തീർക്കുക. അപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തു തോറ്റതിനുള്ള കോപം എന്ത് ചെയ്യുക? അകത്ത് വന്ന് തീർക്കുക. അംഗവും കാണാം താളിയും ഒടിക്കാം. എന്താണത്? അംഗവും കാണാം താളിയും ഒടിക്കാം. രണ്ട് കാര്യം ഒരുമിച്ച് നടത്താം. അപ്പോൾ ഒരു അംഗവും കാണാൻ എന്ത് ചെയ്യാം? താളിയും ഒടിക്കുക. രണ്ട് കാര്യം ഒരുമിച്ച് നടത്തുക. അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യർ കൽപ്പിച്ചതും പാല്. എന്താണത്? നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാകുക. അപ്പോൾ അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. എന്താണത്? രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നായി മാറുന്ന അവസ്ഥ. 5-ൽ വിളയാത്തത് 50-ൽ വിളയില്ല. എന്താണ്? കുട്ടിക്കാലത്ത് ഒരാൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ വലുതായിട്ടും കാര്യമില്ല. അപ്പോൾ 5-ൽ വിളയാത്തത് 50-ൽ വിളയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിക്കാലത്ത് ഒരാൾ അനുസരിച്ചില്ലെങ്കിൽ എന്തില്ല? വലുതായിട്ടും അയാൾ അനുസരിക്കാൻ പോകുന്നില്ല. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. എന്താണ്? അവനവനെ ആവുന്നത് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് മുമ്പ് കേട്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. എന്തൊക്കെയാണ്? അവനവനെ ആവുന്നത് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞത് ഏകദേശം നമുക്ക് കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ ജസ്റ്റ് നമ്മുടെ ഈ LDC 2024 റിലേറ്റഡ് ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മളിങ്ങനെ കേട്ടങ്ങ് പോകുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അകത്തു കത്തിയും പുറത്തു പത്തിയും. എന്താണ്? ഉള്ളിൽ വിരോധം പുറമേ സന്തോഷം. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക. എന്താണ്? ഉപദേശം കേൾക്കാത്തവനെ അവൻ്റെ വഴിയെ വിടുക. അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം. എന്താണ്? എത്ര കരുതിയാലും രഹസ്യം പുറത്താകുന്ന അവസ്ഥ. അടി തെറ്റിയാൽ ആനയും വീഴും. എത്ര കേമനായാലും എന്താണ്? ചുവടുറയ്ക്കാൻ പറ്റാതെ എന്ത് ചെയ്യും? അവനും വീഴും. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. പുറത്ത് തോറ്റനുള്ള കോപം എന്ത് ചെയ്യുക? വീട്ടിൻ്റെ അകത്ത് വന്ന് തീർക്കുക. അംഗവും കാണാം താളിയും ഒടിക്കാം. എന്താണ്? രണ്ടു കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുന്ന അവസ്ഥ. അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നായി മാറുന്ന അവസ്ഥ. 5-ൽ വളയാത്തത് 50-ൽ വളയില്ല. എന്താണ്? കുട്ടിക്കാലത്ത് അനുസരിച്ചില്ലെങ്കിൽ വലുതായിട്ടും എന്തില്ല? അത് കാര്യം ഇല്ല. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. എന്താണ്? അവനവനാവുന്നത് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ എന്താണ്? അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്താണ്? അവനവന് ആവുന്നത് ചെയ്യുക. അപ്പോൾ ഇത്രയും പഴഞ്ചൊല്ലാണ് നമ്മൾ നോക്കിയത്. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടു പോകുക, അത്രയേ ഉള്ളൂ. കാരണം മലയാളത്തിലെ പഴഞ്ചൊല്ലുകളൊക്കെ ഏകദേശം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ എങ്കിലും കുറച്ച് അറിയാത്തതായിട്ടുള്ള കുറച്ച് പഴഞ്ചൊല്ല് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഴഞ്ചൊല്ലിനെ കുറിച്ച് പറഞ്ഞത്.